We went on 6th to Kerala, and on 7th we had the meeting of legislative party, and today we have come back and we have submitted our report to the leadership, to the Congress president, and I think nothing could have happened in a quicker manner. So whatever days, whatever hours we had, we have fully utilized that, and we have submitted our report to the Congress president. A resolution has been passed. One-line resolution has been passed by the entire CLP unanimously, authorizing the Congress leadership to select the CLP leader, and that resolution, copy of that resolution also has been handed over. After that, we had held one-to-one discussions with individual MLAs, and whatever they have said, we noted it down. It is not only the names. Many people had many things to say. We have noted it down and we have submitted it to the High Court. Sir, when we can expect the declaration? Sir, when we can expect the declaration? ऐसा है, as far as the declaration is concerned, as I said, we haven't wasted even a single minute after 4th. So be rest assured, we are as eager to finish it off as soon as possible. Sir, Thank you. One photograph in India was that you have there is one paper that is showing the this voting names of the MLAs. I am aware about the photograph. I have seen it, and that is not reflecting the position. It is incorrect. It is not based on facts. Sir, that is യെസ്, അത് ഫാക്ടല്ല, വിശ്വാസ്യതയില്ല എന്ന് വെച്ചാൽ വ്യാജമായ ഫോട്ടോഗ്രാഫാണെന്നാണ് മുകുൾ വാസ്നിക് പറയുന്നത്. എന്ന് വെച്ചാൽ മുകുൾ വാസ്നിക്കിന്റെ കയ്യിൽ നിന്നും ചോർന്നു എന്ന് പറയപ്പെടുന്ന, ഇന്ന് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലൂടെ പുറത്തു വന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പടം യാഥാർത്ഥ്യമല്ല, അത് ഫേക്കാണ്, വ്യാജമാണ്, വസ്തുതകളുമായി യോജിച്ചു പോകുന്നതല്ല എന്നാണ് മുകുൾ വാസ്നിക്കിന്റെ പ്രതികരണം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ അദ്ദേഹം എഴുതിയ പേപ്പർ അത് പുറത്തേക്ക് ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് മുകുൾ വാസ്നിക് പുറത്തേക്ക് വരുന്നത് ഇന്നലെ ആ ദൃശ്യങ്ങളിലൊക്കെ ഉള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പേപ്പറിൻ്റെ പടമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫോട്ടോഗ്രാഫർ പകർത്തിയതും. പക്ഷേ ഇപ്പോൾ മുകുൾ വാസ്നിക് അത് നിഷേധിക്കുകയാണ്. അത് യാഥാർത്ഥ്യവുമായി ഒത്തുപോകുന്നതല്ല, എന്ന് വെച്ചാൽ ഫേക്കാണ്, വസ്തുതയില്ലാത്തതാണ് എന്ന് പറയുന്നു അദ്ദേഹം. പക്ഷേ ഇനിയും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ പാർട്ടിക്ക് നടത്തേണ്ടതായിട്ട് വരും. എന്തായാലും കേരളത്തിൽ MLA-മാരെ കണ്ടതിന് ശേഷം MLA-മാരെ കണ്ടതിന് ശേഷം, ഘടകകക്ഷി നേതാക്കളെ കണ്ടതിന് ശേഷം, മുതിർന്ന നേതാക്കളുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ടുണ്ടാക്കി അത് മല്ലികാർജുൻ ഖാർഗെക്ക് സമർപ്പിച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ ധരിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ജയ്മാക്കനും മുകുൾ വാസ്നിക്കും. ഡി ധനസ്മോദുണ്ട്. സുമോദ്, ആ ഫോട്ടോഗ്രാഫ് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ഇപ്പോൾ മുകുൾ വാസ്നിക് പറയുന്നത്. ആ വിശദീകരണം എത്ര കണ്ട് തൃപ്തികരമായ ഒന്നാണ്? അതായത് ഇതിനകം തന്നെ ഒരു പത്രം പുറത്തുവിട്ടിരിക്കുന്ന പേപ്പർ ഒരു കാരണവശാലും വസ്തുതാ വിരുദ്ധമായ ഒരു കാര്യങ്ങളല്ല അതിനുള്ളത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് പുറത്തു വന്ന രേഖകളെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ മുകുൾ വാസ്നിക് ചെയ്തിരിക്കുന്നത്. കാര്യം യഥാർത്ഥ രേഖയല്ല. MLA-മാരോട് സംസാരിച്ചതിന് ശേഷം അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി എന്ന രീതിയിൽ RC KC എന്ന രീതിയിലൊക്കെ KC എന്ന ചുരുക്കപ്പേരിലായിരുന്നു കൂടുതലും അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു പേജ് ഇത് പ്രചരിച്ചതോടുകൂടി ഏറ്റവും കൂടുതൽ പിന്തുണ KC വേണുഗോപാൽ എന്ന തരത്തിലായിരുന്നു പ്രചരണം ഉണ്ടായിരുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു വസ്തുതാപരമായിട്ടുള്ള യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്, മുകുൾ വാസ്നിക് ചെയ്തിരിക്കുന്നത്. യെസ്, ആ ഫോട്ടോഗ്രാഫിന്റെ കാര്യം നിഷേധിക്കുകയാണ് മുകുൾ വാസ്നിക് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പടം തന്റെ കയ്യിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. അങ്ങനെ രേഖപ്പെടുത്തിയതും എന്ന് വെച്ചാൽ പുറത്തു വരുന്ന കാര്യങ്ങൾ താൻ എഴുതിയതുമല്ല, അതാരും വിശ്വസിക്കരുത്, വ്യാജമാണ്, ഫേക്കാണ് എന്നൊക്കെ മുകുൾ വാസ്നിക് പറയുമ്പോഴും അങ്ങനെ തുറന്ന് എന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തുറന്നു പിടിച്ചാണ്, ആ പേപ്പർ തുറന്നു പിടിച്ചാണ് അദ്ദേഹം ഇന്നലെ ഈ പുറത്തേക്ക് വന്നത്. അത് കൃത്യമായി എല്ലാവരും കണ്ടതാണ്, വീഡിയോയിലടക്കം അത് വ്യക്തമായതാണ്.
ആ വീഡിയോയിൽ നിന്നൊരു പോസ് പിടിച്ചാണ് അങ്ങനെ ഒരു ചിത്രം പോലും പുറത്തു വന്നത്. ആ ഫോട്ടോഗ്രാഫർ അത് കൃത്യമായി പകർത്തിയതുമാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അത് നിഷേധിക്കുന്നു. ആ ഫോട്ടോഗ്രാഫിനെ ചുറ്റിപ്പറ്റി വലിയ വിവാദങ്ങൾ പുകയുമ്പോൾ നിശ്ചയമായും മുകുൾ വാസ്നിക് അതിനകത്ത് ഒരു കൃത്യമായ വിശദീകരണം നൽകേണ്ടതുണ്ടായിരുന്നു. അദ്ദേഹം അത് നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുന്നതോടുകൂടി ഈ വിവാദം അവസാനിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും കെ നീലകണ്ഠൻ അടക്കം, കെ നീലകണ്ഠൻ്റെ പേര് അതിനകത്തുണ്ട്, പക്ഷേ അതിന് നേരെ ആരുടെയും പേര് രേഖപ്പെടുത്തിയില്ല. അതിലിപ്പോൾ കെ നീലകണ്ഠൻ അടക്കം പരാതി ഉണ്ട്. ആ പരാതി നേതൃത്വത്തെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു കെ നീലകണ്ഠൻ. അതിനിടയിലാണ് ഇപ്പോൾ മുകുൾ വാസ്നിക് വിശദീകരണമായി വന്നിരിക്കുന്നത്. സുമോദ് തുടരുന്നുണ്ട്. സുമോദ്, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണെന്നതാണ് ചോദ്യം. കാരണം ഇനി പന്ത് നിശ്ചയമായും ഖർഗെയുടെ കോർട്ടിലാണ്, രാഹുൽ ഗാന്ധിയുടെ കോർട്ടിലാണ്. പറയാനുള്ളതെല്ലാം ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ അജയ് മാക്കനും മുകുൾ വാസ്നികും പൂർത്തീകരിച്ച റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാകും ഡൽഹിയിൽ നടക്കുക പ്രഖ്യാപനത്തിന് മുമ്പായി? ഇപ്പോൾ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും വന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് അവരെ ഏൽപ്പിച്ചിരുന്ന ജോലി എന്ന് പറയുന്നത് MLA-മാരുടെ മനസ്സറിയുക, പ്രധാനപ്പെട്ട നേതാക്കന്മാരോട്, ഘടകകക്ഷി നേതാക്കന്മാരോട് സംസാരിക്കുക, കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് സംസാരിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് എല്ലാവരോടും കൃത്യമായി അന്വേഷിച്ച് അറിഞ്ഞ് അവരുടെ മനസ്സ് വായിച്ച ശേഷമുള്ള റിപ്പോർട്ട് ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെക്ക് സമർപ്പിച്ചു എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിനോടൊപ്പം ഈ രണ്ട് നിരീക്ഷകരോടൊപ്പം കേരളത്തിന്റെ ചുമതലയുള്ള സംഘടന, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കൂടി ഉണ്ടായിരുന്നു. അവർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ടത് നടക്കാനുള്ളത് അനൗൺസ്മെന്റ് ആണ്. അതായത് മുഖ്യമന്ത്രി ആര് എന്ന് കേരളം കാത്തിരിക്കുന്ന, ഇന്ത്യ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം അത് ഉടൻ തന്നെ ഉണ്ടാകും. പക്ഷെ അത് ഉണ്ടാകുന്നതിന് മുമ്പായി നേതാക്കന്മാരെ വിളിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കടമ്പകളുണ്ട്. അതിന് കൃത്യമായ ഒരു ഫോർമുലകൾ തയ്യാറാക്കേണ്ടതുണ്ട്. കാര്യം ആ എല്ലാവരെയും 3 പേരും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു രീതി തന്നെയായിരിക്കും, ഒരു പരിഹാര ഫോർമുല തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാക്കുക, കേന്ദ്രത്തിൽ നിന്നുണ്ടാക്കുക. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നടക്കുക. എന്തായാലും ഈ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഈ പോരിൽ നിലവിൽ മത്സര രംഗത്തുള്ള 3 പേരെയും കൃത്യമായി തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് ദേശീയ നേതൃത്വം പോവുക എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അങ്ങനെ 3 പേരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എന്ത് തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന് എടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്.